ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം. അപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഇന്ന് 9/3/26 കഥയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേദയോട് കയർക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ശ്രീകാന്ത്. അപ്പോൾ ശ്രീകാന്തും വേദയും കൂടിയുള്ള സംഭാഷണം കേട്ടിട്ട് വരുന്നുണ്ട് അച്ഛൻ. അപ്പോൾ പറയും, പിന്നെ വെറുതെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട, ഞാൻ ഈ റൂമിൽ ഒതുങ്ങിപ്പോയതും എന്താണ് കാരണം, അവിടുന്ന് വിക്രമിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചിട്ട് പോരാൻ എന്താ കാരണം എന്ന് എന്നെക്കൊണ്ട് വെറുതെ പറയിപ്പിക്കേണ്ട ശ്രീകാന്തേട്ട, അങ്ങോട്ട് മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ്. എൻ്റെ വെറുതെ സ്വന്തം പല്ലിയുടെ കുത്തി ആരെയും മണപ്പിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വേദം തട്ടി കയറുകയാണ്. അപ്പോൾ പറയും, എടി എന്ന് പറയുമ്പോൾ പറയും, സൂക്ഷിച്ച് സംസാരിക്കണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവളങ്ങനെ അകത്തേക്ക് കയറി. അപ്പോൾ അച്ഛൻ വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ വന്നിട്ട് പറയും, ഞാൻ ആരുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കുന്നില്ല, ഞാൻ എൻ്റേതായിട്ടൊരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ട് എന്നെ ആരും ശല്യപ്പെടുത്താൻ വരണ്ട, ഒരു കാര്യമില്ലാണ്ടാണ് എന്നോട് ശ്രീയേട്ടൻ തട്ടിക്കയറാൻ വരുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളങ്ങനെ തിരിച്ച് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകണം. കാരണം റൂം തുറന്ന് കാണിച്ച് കൊടുക്കുന്നത്, കാരണം എൻ്റെ റൂമിൽ വന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അങ്ങനെ ഉള്ളിലേക്ക് കയറി വാതിലടയ്ക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പോകാൻ നിൽക്കുമ്പോൾ എന്താ വേദ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുകയാണ്. അച്ഛാ എന്താ അച്ഛാ നോക്കിയാണ് ശ്രീകാന്ത് ഒന്നും അറിയാത്ത പോലെ. അല്ല, അവൾ പറഞ്ഞല്ലോ അവൾ അവിടുന്ന് വിക്രമിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ നീയാണോ കാരണക്കാരൻ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവളെന്തൊക്കെയോ പറഞ്ഞത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഉറപ്പാണോ ചോദിക്കുമ്പോൾ ഉറപ്പാണ് എന്ന് പറയും. ഉറപ്പാണ് അച്ഛാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും. ശരി, നാളെ ഇതിൻ്റെ പിന്നിൽ നീയോ വേറെ വല്ലവരും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല എൻ്റെ സ്വഭാവം എന്നും ഒരു താക്കീതും കൊടുക്കുകയാണ് അച്ഛൻ ശ്രീകാന്തിനോട്. ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് വേഗം മിണ്ടാണ്ട് ഇറങ്ങി പോരുന്നുണ്ട്. കാരണം അയാൾക്ക് എന്തൊക്കെ പറഞ്ഞാൽ അയാൾക്ക് പേടിയാണ്. കാരണം ഇവള് പറയുന്നുണ്ട്, വേദ പറയുന്നുണ്ട്, മുത്തശ്ശൻ തന്ന സ്വത്ത് വകകൾ എല്ലാം എനിക്ക് ഒരു നിമിഷം മതി എനിക്കത് കൈകാര്യം ചെയ്യാൻ, അത് മറക്കണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ. അവൾക്കറിയാം ആ സ്വത്ത് മുഴുവൻ ഇവൾക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുക. കമ്പനിക്കൊക്കെ ശരിക്കുള്ള അവകാശി വേദയാണ്, വേറെ ആർക്കും അതിൽ അവകാശമില്ല. വേറെ 1-2 കമ്പനിക്കാണ് കൂട്ടവകാശമുള്ളത്. ബാക്കി 2 കമ്പനി 3 കമ്പനിയായിട്ട് ആ വീടും വേദയ്ക്കുള്ളതാണ്. അത് മുത്തശ്ശൻ ആദ്യം എഴുതി വെച്ചതാണ്. അത് അവരുടെ വിചാരം അത് വേദയ്ക്ക് അറിയില്ല എന്നുള്ളതാണ്. പക്ഷെ വേദയ്ക്ക് എല്ലാ വിവരങ്ങളും അറിയാം. ഇപ്പോൾ സ്വത്തിന് വേണ്ടിയാണ് മെയിനായിട്ട് അവളെ ഈ ടോർച്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ശ്രീകാന്ത്. അങ്ങനെ തിരിച്ച് റൂമിൽ കയറുമ്പോൾ നമ്മളെ വിക്രം വരികയാണ്, ആ സ്റ്റോർ റൂമിനുള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് വേദ, എന്താണ് സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ കയറിയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അഥവാ നിൻ്റെ ചേട്ടനെങ്ങാനും കയറി വന്നതിനെ കാണണ്ടെന്ന് വിചാരിച്ചിട്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും, എന്നിട്ട് വിക്രം ഇങ്ങനെ വല്ലാണ്ട് ഇതായിട്ടിരിക്കുക. അപ്പോൾ എന്താ എന്ന് ചോദിക്കുകയാണ് വേദ. അല്ല, നിൻ്റെ ചേട്ടൻ നിന്നോട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള കാരണം എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ടെന്ന് നീ നിൻ്റെ ചേട്ടനോട് പറയുന്നുണ്ട്, അതെന്താ സംഭവം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവളൊന്നും മിണ്ടില്ല, പറയുക എന്ന് പറയും. അപ്പോൾ പറയും, മറ്റുള്ളവർക്ക് ഉപദ്രവാവുന്ന രീതിയിലാണെങ്കിൽ അത് പറയേണ്ട ആവശ്യമല്ല, പക്ഷേ നമ്മളെ സംബന്ധിച്ച കാര്യമാണെങ്കിൽ നീ അത് എന്നോട് പറയണമെന്ന് പറയും. അപ്പോൾ അവൾ പറയും, മറ്റുള്ളവർക്ക് കൂടി അതിൽ ഉൾപ്പെടുന്ന കാര്യമായതുകൊണ്ട് ഞാനിതിപ്പോൾ പറയുന്നതിൽ സമയമാകുമ്പോൾ ഞാൻ എന്തായാലും ഞാനത് പറയാമെന്ന് പറയുന്നുണ്ട് വിക്രമിനോട്. ഇതാണ് നിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുമ്പോൾ, ഞാൻ പറയുന്നത് കേൾക്കൂ ആദ്യം, കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് നമുക്ക് ഈ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്നറിയും. ഇപ്പോൾ തന്നെ കാലം ഏതാണ്ടൊക്കെ ഉണങ്ങി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയും, നമുക്ക് ഇനി പുറത്തിറങ്ങണം, ആദ്യം വിക്രമിനെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവൻ പറയുന്നുണ്ട്, എന്തോ മനസ്സിലൊരു വല്ലാത്തൊരു വേവലാതി ഉണ്ട്, എനിക്ക് ഒരു വിഷമമുണ്ട് എന്ന് പറയും. അപ്പോൾ ഒന്നും സാരമില്ല എന്ന് പറയുകയാണ്. അവിടുന്ന് പിന്നെന്ത് ചെയ്യും, രാത്രിയിൽ നമ്മുടെ വിക്രമിൻ്റെ കമലമ്മ സ്വപ്നം കാണുന്നുണ്ട്, ഒരു 4-5 ആളുകൾ കൂടിയിട്ട് നമ്മളെ വിക്രമിനെ ഒരു കുളത്തിലോ കടലിലോ മുക്കി കൊല്ലാൻ നോക്കുന്നത്, ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്, പിന്നെ പിടിച്ച് താഴ്ത്തുന്നത്, അതായിട്ടൊരു സ്വപ്നം കമലമ്മ കാണുന്നുണ്ട്. അത് കാണുന്നത് വിക്രം എന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കുന്നുണ്ട് രാത്രിയിൽ. ചാടി എഴുന്നേറ്റിട്ട് പിന്നെ അങ്ങനെ അവർ പെട്ടെന്ന് ബെഡിലേക്ക് തന്നെ വീണ് കറന്ന് വിറക്കുകയാണ്. അപ്പോൾ ഫിക്സ് ഉണ്ടായിരുന്നു ഇത്ര ചെറുപ്പത്തിൽ അവർക്ക്. പിന്നെ വീണ്ടും അത് വന്നിരിക്കുകയാണ്. അവർ എന്തിനൊക്കെയോ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇയാൾ മാഷ് എഴുന്നേക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കുന്നുണ്ട്, കമല എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഉറക്കെ വിളിക്കും, വിനായക എന്ന് പറഞ്ഞിട്ട് ഉറക്കെ വിളിക്കുകയാണ്. അപ്പോഴേക്കും വിനായകനും വിശ്വനും എല്ലാവരും ശ്രീജി നന്ദിനിയൊക്കെ കൂടെ ഓടി വരുന്നുണ്ട്. വന്നിട്ട് നോക്കടാ എന്താ അത് പറ്റിയെന്ന് അറിയുമ്പോൾ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ട് വണ്ടി വിളിക്കുകയെന്നറിയാം. അങ്ങനെ എല്ലാവരും കൂടെ കമലമ്മേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. വിനായകനും നന്ദിനിയും പോകുന്നില്ല, വിശ്വനും ശ്രീജയും മാഷും കൂടെയാണ് വേഗം കമലമ്മേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ.
കൊണ്ടുപോയി അവിടുന്ന് പിന്നെ ഇതിൽ കയറ്റുന്നുണ്ട്, കാഷ്വാലിറ്റിയിൽ കയറ്റി ഡോക്ടർ വരുന്നവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഡോക്ടർ വരുന്നുണ്ട്, ചെക്കപ്പ് ചെയ്യണോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകൾ എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്തെന്നോ ചോദിക്കുന്നുണ്ട് മാഷോട്. അപ്പോൾ ഇല്ലല്ല, അതൊക്കെ കറക്റ്റായിട്ട് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്, അത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ മനസ്സിന് അത്രയും വിഷമം ഉണ്ടാക്കുന്ന വല്ല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും, അതാണ് ഇതിനിപ്പോൾ കാരണമായത്. എന്തായാലും പേടിക്കാനൊന്നുമില്ല, നമുക്ക് നാളെ ഒരു MRI നോക്കാം, പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്, നാളെ നോക്കാം. അപ്പോൾ ഇത് രാത്രിയാണ് സംഭവിച്ചിരിക്കുന്നത്, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫുൾ അഡ്രസ്സൊക്കെ ശ്രീജ എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാഷെ ഇരുത്തുകയാണ്, വിശ്വനും ശ്രീജയും കൂടെ ഹസറയെ പിടിച്ചിരുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ആ സമയത്താണ് നമ്മുടെ വിക്രം ഉണരുന്നുണ്ട് പെട്ടെന്ന്. ഉണർന്നിട്ട് ഇങ്ങനെ ആകെ അസ്വസ്ഥനായിട്ട് ഇങ്ങനെ റൂമിൽ കൂടെ നടക്കുക. അപ്പോൾ വേദി ഉണരുന്നു. ഇപ്പോൾ വേദി വയ്ക്കുന്നത് എന്ത് പറ്റി ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് എന്തോ ഒരു മനസ്സിന് എന്തോ ഒരു വിഷമം പോലെ എന്ന് പറയുമ്പോൾ എന്താ കാരണം എന്ന് പറയുക. അപ്പോൾ ലൈറ്റ് ഇടുന്നുണ്ട്, റൂമിൽ ലൈറ്റ് ഇട്ട് നോക്കുകയാണ് വേദ. എന്താ പ്രശ്നം, എന്താ പറയുക പറയുമ്പോൾ എന്താണെന്നും മിണ്ടാതിരിക്കുന്നത്. പറയും അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അമ്മയ്ക്ക് എന്തോ വയ്യാണ്ടായിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ പറയുമ്പോൾ അമ്മയ്ക്കോ നോക്കട്ടെ ഞാനൊന്ന് വിളിക്കട്ടെ എന്നിട്ട് പെട്ടെന്ന് ഇവൻ ഫോൺ ഓണാക്കുന്നുണ്ട്. അവൻ്റെ ഫോൺ ഓണാക്കുമ്പോഴേക്കും വേദ ചീത്ത പറയണേ, എന്ത് പണിയായി കാണിക്കുന്നത്, ഇത് ഓണാക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചോളൂ, വിക്രമിൻ്റെ ഫോൺ ഒരിക്കലും ഓണാക്കാൻ പാടില്ല, അതെന്താ മനസ്സിലാക്കാത്തത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ വേദ ഫോൺ ഓഫാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് വളരെ ഡേഞ്ചറാണ്, ഇങ്ങനെ ഓണാക്കാൻ പാടില്ല, എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുക, നാളെ വിളിക്കുക, ഇപ്പോൾ ഇത്ര രാത്രിയല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും തോന്നിയതാവും, അമ്മയ്ക്കൊന്നും സംഭവിക്കുന്നുണ്ടാവില്ല, നമുക്ക് ഇനിയിപ്പോൾ ഈ നേരത്തെ വിളിച്ചപ്പോൾ ഒരു ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് നാളെ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും ശരി, എന്നാൽ പിന്നെ ഇതായി കിടക്കും, സമാധാനമായിട്ടിരിക്കുമോ എന്ന് പറയും. പറയും അമ്മയ്ക്ക് എന്തോ സംഭവിക്കുന്ന പോലെ തോന്നുന്നുണ്ട് എൻ്റെ മനസ്സിൽ എന്ന് പറയുമ്പോൾ പറയും ഇത്രയും അമ്മയിൽ സ്നേഹമുള്ള ഒരാളാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി തീർന്നത്, ഒരിക്കലും ഇങ്ങനെ ആവരുതല്ലോ എന്നറിയാം. അല്ല, ഞാൻ അച്ഛനിൽ നിന്നാണ് അകന്നത്, ആ കൂട്ടത്തിൽ അമ്മയിൽ നിന്നും ഞാൻ അകലുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട്. അപ്പോൾ പറയും അമ്മയിൽ നിന്ന് വിക്രം അകന്നാലും അമ്മ ഒരിക്കലും വിക്രമിനെ വിട്ട് അകന്ന് നിന്നിട്ടില്ലല്ലോ, അത് അറിയില്ലേ, അതാണ് അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവൾ. എന്തായാലും വിഷമിക്കേണ്ട, കിടന്നോളൂ, നമുക്ക് നാളെ അന്വേഷിക്കാം, ഇപ്പോൾ ഇത്രയും രാത്രിയായില്ലേ എന്നൊക്കെ പറയും. അപ്പോൾ പറയും അപ്പോൾ അവ ഇങ്ങനെ നോക്കുകയാണ് വേദയുടെ മുഖത്തേക്ക്. പിന്നെ അതുപോലെ എനിക്ക് പുറത്തൊക്കെ ഇറങ്ങണം, കാരണം പുറത്ത് പോയി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങണം, പിന്നെ അവർ തന്നെ ഇരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണം, വർക്ക് ഏരിയയുടെ ഉള്ളിൽ ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമിനെ സമാധാനിപ്പിച്ച് ഇരിക്കുകയാണ് വേദ. നമുക്ക് നാളെ എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പോലീസ് ഓഫീസർ ഇയാളുടെ ഫോൺ എപ്പോഴാണ് ഓണാവേണ്ടത് നോക്കിയിട്ട് സൈബറിനാണ് തോന്നുന്നുണ്ട്, ഒരാളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ നോക്കുമ്പോഴാണ് നമ്മളുടെ വിക്രമിൻ്റെ ഫോൺ ഓണായിട്ടുണ്ട്, അതുപോലെ അപ്പം തന്നെ ഓഫാവും ചെയ്യും. അയാൾ എന്നിട്ട് അത് സിഐനെ വിളിച്ച് പറയുന്നുണ്ട്. സിഐനെ വിളിച്ച് പറയുമ്പോൾ സാറേ ഇങ്ങനെ ഒരു ഇത് നടന്നിട്ടുണ്ട്, വിക്രമിൻ്റെ ഫോൺ ഓണായിട്ടുണ്ട്, അപ്പോൾ അത് ഏതൊരു ടവർ, അതായത് ഈ ലൊക്കേഷൻ വരുന്നത് നമ്മൾ വേദയുടെ വീടിരിക്കുന്ന ആ ലൊക്കേഷനാണ് പറയുന്നത്. അപ്പോൾ പറയും അങ്ങനെ അവിടെ നിന്നാണ്, പക്ഷേ ആ സെക്കൻഡിൽ തന്നെ അത് ഓഫായിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അതിൻ്റെ അത് ഡീറ്റെയിലും കൂടെ അയക്കും, ഞാൻ കരങ്ങളെക്കാളും മുകളിൽ CI സാറിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയണേ SI. അപ്പോൾ അങ്ങനെ സംസാരിക്കട്ടെ എന്ന് CI സാറിനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ സംസാരിക്കുന്നത് ശ്രീകാന്തിനോടും വർഷയുടെ അച്ഛനോടും കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ശ്രീകാന്തിനോട് പറയും നിങ്ങളുടെ ആ ഏരിയയിൽ വെച്ചിട്ടാണ് പിന്നെ അത് ഓണാവണത്, ഓണായണത്, അപ്പോൾ ജഡ്ജി സാറിൻ്റെ ഇതിലാണത് വരുന്നത് എന്ന് പറയാം. അപ്പോൾ പറയുക എൻ്റെ വീട്ടിൽ എന്തായാലും ഒരിക്കലും താമസിക്കാൻ സാധ്യതയില്ല, പിന്നെ ആ ഏരിയ ഒരു പക്ഷേ സാറിൻ്റെ വീടിൻ്റെ ഉമ്മർത്ത് വെച്ചിട്ട് അങ്ങനെ ഓണാവുക, ആരെങ്കിലും വേദയെ വിളിക്കാനെങ്ങാനും പിന്നെ ശ്രമിച്ചിട്ടുണ്ടാവും, പിന്നെ അപ്പോൾ തന്നെ ഓഫാക്കിയിട്ടും ഉണ്ടാവും എന്നിങ്ങനെ പറയണം. അങ്ങനെ എന്തെങ്കിലും ആവും, അല്ലാണ്ട് എൻ്റെ വീട്ടിലൊന്നും അവൻ വരാൻ ചാൻസ് ഇല്ല അറിയാം. അപ്പോൾ ഈ ശ്രീകാന്തിൻ്റെ അങ്കിളുണ്ടല്ലോ, വർഷയുടെ അച്ഛൻ, അപ്പോൾ സാർ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ഈ ഫോൺ ഒരാൾക്ക് കൊടുക്കാമെന്നറിയണം. അങ്ങനെ ഇയാൾക്ക് കൊടുക്കുകയാണ്, വർഷയുടെ അച്ഛൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. വർഷയുടെ അച്ഛൻ ഫോൺ വാങ്ങിയിട്ട് പറയും താനൊരു കാര്യം ചെയ്യുക, ഒരു സെർച്ച് വാറണ്ട് ഇതാക്കടോ, എന്നിട്ട് വാങ്ങിക്കുക, എന്നിട്ട് പോയിട്ട് അവിടെ സെർച്ച് ചെയ്യുക, ജഡ്ജിയുടെ വീട് സെർച്ച് ചെയ്യുക, ഇങ്ങനെ കുറ്റവാളി ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക, അതല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഇയാൾ ഉപദേശം കൊടുക്കുകയാണ്. ഇന്ന മരിക്കൊക്കെ ചെയ്താൽ മതി, ഇങ്ങനെ അവിടുന്നാണ് ഓണായണത്, ഫോൺ ഓണായണത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ SIനെ ചട്ടം കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം CI സാബുവിന് പകരം വന്ന ആളാണ് അയാൾ അതിലും മോശകോടനാണ്. അപ്പോൾ അങ്ങനെ അയാളുമായിട്ട് ഒരു ചർച്ച കൂടുന്നുണ്ട്, ഇന്നമാരിക്കൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്.
അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പവിത്രത്തിൻ്റെ കഥ വരുന്നത് കേട്ടോ. എന്തായാലും നമ്മുടെ വിക്രമിനെ എന്തായാലും ഇവരാരും പിടിക്കാൻ പോകുന്നില്ല. പക്ഷേ കമലമ്മേനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതുകൊണ്ട് നമ്മളുടെ വിക്രം കമലമ്മയെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും വരും എപ്പിസോഡുകൾ, അത് ഈ ആഴ്ചയിലെ എപ്പിസോഡ് വളരെ സംഭവബഹുലമായ കാര്യങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചത്തെ പിന്നെ വേദയുടെ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഇപ്രാവശ്യം പക്ഷെ അങ്ങനെയല്ല, നല്ല നല്ല സീനുകളാണ് വരുന്നത്, നമുക്ക് കാണാം. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് നമ്മളുടെ ഈ ഇത് സീരിയൽ കാണുക, മറക്കാതെ കാണുക പവിത്രം. പിന്നെ ഞാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഞാൻ പറയുന്ന എൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.